ഹലോ സഹോദരന്മാരെ, വീണ്ടും ഒരു പ്രഭാതം നമുക്ക് തന്നു. എന്നെ വീട് ചെയ്യാൻ നീണ്ടു പോകുന്നുണ്ടല്ലേ? അത് മറ്റൊന്നും കൊണ്ടല്ല, ഫോണിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാണ്. അപ്പം ഹാങ് ആകാതിരിക്കാനാണ്. വീഡിയോ പിടിക്കുമ്പോൾ സ്റ്റെക്കായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീണ്ടും നമുക്ക് പ്രഭാതം തമ്പുരാൻ തന്നു. നമ്മൾ വീണ്ടും ഒത്തുചേരുന്നു. ചെറിയ വചനങ്ങളൊക്കെ പങ്കുവെച്ച് തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കാൻ നമുക്കൊരു നല്ല പ്രഭാതം തമ്പുരാൻ തന്നതിന് ഓർത്ത് സ്തുതിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഭവനങ്ങളെ കർത്താവ് സംരക്ഷിക്കട്ടെ. സകല പൈശാചിക ബന്ധങ്ങൾ വിട്ടുമാറുവാൻ അവിടുന്ന് ഇടയാക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ നാമത്തെ സ്തുതിച്ചുകൊണ്ടും അവിടുത്തെ ആരാധിച്ചുകൊണ്ടും അവിടുത്തെ സന്നിധിയിലായിരുന്നുകൊണ്ടും നമുക്ക് നല്ലൊരു പ്രഭാതത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷെ ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു ഇലക്ഷന് കഴിഞ്ഞു, റിസൾട്ടൊക്കെ വന്നു, കോൺഗ്രസ് അടിച്ചു കയറിപ്പോയി, BJP താഴെ പോകുമെന്നറിയില്ല. പക്ഷെ നമുക്കിവിടെ പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയമൊന്നും അല്ലല്ലോ നമ്മുടെ വിഷയം. പക്ഷെ നല്ല നേതാക്കന്മാരെ തരുന്ന ദൈവമാണ്. നമുക്ക് നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് തരുന്ന കർത്താവാണ്. അത് ആരുടെ കയ്യിലിരിക്കണമെന്നും ആര് ഭരിക്കണമെന്നൊക്കെ തമ്പുരാൻ തീരുമാനിക്കും. അതനുസരിച്ചേ മുന്നോട്ട് പോവുള്ളൂ. അല്ലാതെ നമ്മളിവിടെ കിടന്ന് ഒച്ചപ്പാടോ ബഹളോ ജനങ്ങളുടെ കോക്കുവിളിയൊന്നുമല്ല ഇവിടെ പ്രധാനം. ആര് വരണം, ആര് ഭരിക്കണം എന്നൊക്കെ കർത്താവ് തീരുമാനിക്കും. അതുപോലെ നമുക്ക് നേതാക്കന്മാർ തരും. ഇനി ഇവരുടെ കൈകൾ ദൈവം തമ്പുരാൻ ഇവരുടെ കയ്യിലൂടെ പ്രവർത്തിക്കട്ടെ. തമ്പുരാൻ നല്ല നേതാക്കന്മാരുടെ നല്ല കാഴ്ചകൾ നമുക്ക് സമർപ്പിക്കട്ടെ. നല്ല ഭരണങ്ങൾ കാഴ്ചവയ്ക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിനും സമൂഹത്തിനും ഒക്കെ നന്മ വരാൻ പ്രാർത്ഥിക്കാം. കലഹങ്ങളും ബഹളങ്ങളും അയൽ രാജ്യങ്ങളുടെ ഉപദ്രവങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്നും നേതാക്കന്മാരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവർക്ക് നല്ല ബുദ്ധികൾ പ്രവർത്തിച്ച് ബുദ്ധിയിലൂടെ നാടിനെ സംരക്ഷിക്കാൻ ഇടവരുത്തട്ടെ. അത് വേണ്ടതാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ നാടിന് സംരക്ഷണം നൽകുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച് നമ്മൾ അവരുടെ കൂടെ നിൽക്കണം. അവരുടെ ശത്രുതയും ബഹളവും ഒന്നുമല്ല നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ ഭവനങ്ങളിൽ നമുക്ക് പ്രാർത്ഥനയും ഇതൊക്കെ ഉള്ളതുപോലെ നമ്മുടെ രാജ്യത്തിന് വേണം, നമ്മുടെ സമൂഹത്തിന് വേണം, നമ്മുടെ ജനതകൾക്ക് വേണം, നമ്മുടെ അയൽവാസികൾക്ക് വേണം, നമ്മുടെ ദേശത്തിന് വേണം. അതൊക്കെ എല്ലാം വേണമെങ്കിലും നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ടായിരിക്കണം. ദൈവത്തിലൂടെ എല്ലാം സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് മനുഷ്യരിവിടെ കിടന്നോ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അതിൽ നിന്നൊന്നും ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ് അതൊക്കെ. അപ്പം നമ്മൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേണ്ട സമയത്ത് തക്ക സമയത്ത് പ്രവർത്തിക്കണം. ആര് ഭരിച്ചാലും അത് ജനങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കണം. ഇവിടെ രാഷ്ട്രം പറയാനല്ല ഞാനിവിടെ ആഗ്രഹിച്ചത്. പക്ഷെ എല്ലാ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെയാണല്ലോ സംഭവിക്കുന്ന ഓർത്തിട്ട് പറഞ്ഞതേ ഉള്ളൂ. അതിന് പ്രത്യേകതകളൊന്നുമില്ല. പ്രാർത്ഥിക്കുക. തമ്പുരാന് നമ്മുടെ കൂടെ ആയിരുന്നു നമുക്ക് നല്ല കാലവർഷമൊക്കെ തന്ന് കാലവർഷക്കെടുതികളിൽ വെള്ളപ്പൊക്കത്തിലൊക്കെ അലയാതെ അങ്ങനെ വീടും കൂടൊക്കെ നഷ്ടപ്പെട്ട് അലയുന്ന ഒത്തിരി കൊച്ചു ഭവനങ്ങളൊക്കെ ഉണ്ടല്ലോ. എവിടെ പോയാലും പാവങ്ങളുടെ തലയിലാണല്ലോ ഇടി വീഴുന്നത് മുഴുവനും. എവിടെ പോയാലും പണക്കാർ എന്ന സമ്പന്നരായി തന്നെ ഇരിക്കും. അവർക്ക് ജീവിതത്തിലും സുഖം, എല്ലാ കാര്യങ്ങളിലും അവർക്ക് സുഖമാണ്. കാരണം അവർക്ക് സമ്പത്തുകൊണ്ട് പിടിച്ചു നിൽക്കാൻ. ഇവിടെ എല്ലാം വീണ് പോകുന്ന പാവപ്പെട്ട കൊച്ചു കൊച്ചു കുടിലുകളിൽ താമസിക്കുന്നവരാണ്. അന്നുള്ള ആഹാരത്തിന് വകയില്ലാത്തവരാണ് എവിടെയും വീണു പോകുന്നത്. അങ്ങനെയുള്ളവർ നമുക്ക് ചേർത്ത് പിടിച്ച് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ കാര്യം അവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ഈ വേനൽമഴ വന്നു. മെയ് മാസത്തിലൊക്കെ മഴയിലൊക്കെ ഭയങ്കരമായ വെള്ളപ്പൊക്കം ഉണ്ടായി. ഒത്തിരി പേർക്ക് വീടും കൂടും ഒക്കെ നഷ്ടപ്പെട്ടു. അതൊക്കെ നമുക്ക് TV കാണുമ്പോഴും വാർത്തയിലൂടെയൊക്കെ കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലോ. അങ്ങനെയുള്ളവരെയൊക്കെ സർക്കാരിൻ്റെ സഹായം കൂടിയല്ലാതെ അവരൊന്നും രക്ഷിക്കാൻ പറ്റിയില്ല. അപ്പം അതിനാണ് നല്ല നേതാക്കന്മാരെ നമുക്ക് വേണമെന്ന് പറയുന്നത്. പാവങ്ങളുടെ കണ്ണീർ കാണാനും അവരുടെ വീഴ്ചകൾ അവർക്ക് താങ്ങാകാനും തണലാകാനും നല്ല നേതാക്കന്മാരുണ്ടെങ്കിൽ മനസ്സലിവുള്ള ഹൃദയ അലിവുള്ള നേതാക്കന്മാർ. അവർക്കൊക്കെ നല്ലൊരു മനസ്സ് കൊടുത്ത് നല്ലൊരു ഹൃദയശുദ്ധി ഉണ്ടായി പാവങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് കൊടുക്കണമെന്ന് നമ്മൾ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. അതിനാണ് നല്ല നേതാക്കന്മാരെ നമുക്ക് കിട്ടണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുങ്ങളുടെ വീടും കൂടെല്ലാം പോയി മഴയിലും വെള്ളപ്പൊക്കത്തിലും മുങ്ങിപ്പോയൊരു വീട് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് അതിനകത്ത് വന്ന് താമസിക്കുന്ന ഒരവസ്ഥ ഭയങ്കര ദയനീയമാണ്. അത് നമ്മളാണെങ്കിലും ഒന്ന് ഓർത്ത് നോക്കിയാൽ ഇത് നമ്മൾക്ക് ഇനി എങ്ങനെ വരും നമുക്കറിയത്തില്ല. അത് എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്കറിയത്തില്ല. അപ്പം അതുങ്ങളൊക്കെ കാണുമ്പോൾ നല്ലൊരു മനസ്സിൻ്റെ ഒരു വിഷമം കൊണ്ട് പറയുന്ന നമ്മൾ അവരെല്ലാം ചേർത്ത് പിടിച്ച് നമുക്ക് അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം. നല്ലൊരു സഹായം കിട്ടാൻ. വീടും കൂടും പോയാലും വേണ്ടില്ല. ഉരുൾപൊട്ട് രണ്ടിടത്തുണ്ടായിട്ട് ആളാവേ ഒന്നും ഉണ്ടായില്ല. ദൈവം അവരെയൊക്കെ കാത്തു. അതുപോലെ ജനങ്ങൾക്ക് ആപത്തൊന്നും വരാതിരിക്കാൻ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാവരും എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും അവരെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടായിരിക്കണം. വെറുതെ ഒരു ചടങ്ങാകരുത് പ്രാർത്ഥന. എനിക്കത് നിങ്ങളോട് പ്രത്യേകം പറയേണ്ട ഒരു കാര്യമാണ്. ആര് തന്നെ ആയാലും പ്രാർത്ഥിക്കുന്നവർ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്.
അവിടെ ഒരു മായം ചേരരുത്, ഒരു ഉദാസീനത കാണിക്കരുത്. ഹൃദയശുദ്ധിയോടെ നമ്മൾ വേദനയോടെ നമ്മൾ ഒരു എങ്ങനെ ദൈവത്തിനെ സമർപ്പിക്കാം, അത് പൂർണ്ണമായി നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ മനസ്സിനെ പൂർണ്ണമായി കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നല്ല ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ പ്രാർത്ഥിക്കണം. അങ്ങനെയുള്ള പ്രാർത്ഥനയെ തമ്പുരാൻ്റെ സന്നിധി എത്തുള്ളൂ. അല്ലാതെ ഒരു ചടങ്ങിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടി വെച്ചാൽ അത് തമ്പുരാൻ്റെ സന്നിധി എത്തില്ല. എത്തിയാലും കർത്താവ് അത് സ്വീകരിക്കില്ല, അതിന് മറുപടി തരികയില്ല. അത് ഭയങ്കര ഒരു വീഴ്ചയാണ്, ഭയങ്കര ഒരു കുറവുകളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആർക്ക് വേണ്ടി ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോലും അത് സത്യസന്ധതയോടെ പ്രാർത്ഥിക്കണം, ആത്മാർത്ഥതയോടെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയെ തമ്പുരാൻ്റെ സന്നിധിയിൽ എത്തുള്ളൂ മക്കളെ. അത് നിങ്ങൾ മറന്നു പോകരുത്. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളൊരു ചടങ്ങായി മാറ്റരുത്. എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവരാവരുത്. ഒരിക്കലും ഉദാസീനതയോടെ പ്രാർത്ഥിക്കാൻ തമ്പുരാൻ്റെ എത്തില്ല. അത് ആത്മാർത്ഥതയാണ്. അത് നമ്മുടെ ആവശ്യങ്ങൾ അറിഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് അവർക്ക് ആവശ്യമുണ്ടായിരുന്നു, അവർക്ക് അത്രയേറെ വേദനയും സങ്കടം ഉണ്ടായത് കൊണ്ടല്ലേ പ്രാർത്ഥിച്ചതെന്ന് അറിയാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം നമ്മൾക്ക്. അത് അറിവ് വെച്ച് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. എന്തെങ്കിലും ഒരു ചടങ്ങാക്കി മാറ്റരുത് പ്രാർത്ഥന. തമ്പുരാൻ്റെ പിന്നിൽ മായങ്ങൾ ചേർന്ന് പോയാൽ അതിന് വിലയുണ്ടാവില്ല, മറുപടി ഉണ്ടാവുകയില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിനൊക്കെ ഈ പ്രായമായ അമ്മച്ചിമാരെയും അപ്പച്ചന്മാരും വീണ് പോയവരെ രോഗികളെയൊക്കെ നമ്മൾ താങ്ങണം, സഹായിക്കണം. അത് എവിടെയാണെന്നെങ്കിലും അവരെ കണ്ടെത്തി നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ നമ്മൾക്ക് ഇതേ അവസ്ഥ വരുമ്പോൾ ആരും ഉണ്ടാവുകയില്ല. ആ ഓർമ്മയുണ്ടായിരിക്കണം. മുന്നോട്ട് പോകുമ്പോൾ ഓരോരോ കാര്യങ്ങൾ നല്ല ശ്രദ്ധയായിരിക്കണം. പ്രായമായ അമ്മച്ചിമാരും അപ്പച്ചന്മാരൊക്കെ കിടപ്പിലായവരെയൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ അവരെയൊക്കെ സന്ദർശിച്ച് അവർക്കൊരു നല്ലൊരു വാക്ക്, നല്ലൊരു ആശ്വാസ വാക്കുകൾ പറഞ്ഞ് അവരുടെ കൂടെ ഇരുന്നൊരു 10 മിനിറ്റ് അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ നമ്മൾ പരിഗണിക്കുന്നുണ്ടെന്ന് അവർക്കൊന്ന് ബോധ്യമാകാൻ, അവർക്കൊന്ന് അറിയാൻ, അവർ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെന്ന് അവർക്ക് തോന്നാൻ. അവഗണിക്കുന്നു വരുമ്പോഴാണ് അവർ കൂടുതൽ രോഗിയായി മാറുന്നത്. അതുണ്ടാവരുത്. അത് നിങ്ങളൊക്കെ അന്വേഷിക്കണം. നിങ്ങളുടെയൊക്കെ കുടുംബത്തിലും പിന്നെ അയൽവക്കത്തോ അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഭവനങ്ങളിലോ ബന്ധുവീടുകളിലോ ഒക്കെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ട്. എല്ലാ വീടുകളിലും മിക്ക കുടുംബങ്ങളിലും ഇതൊക്കെ ഉണ്ട്. ഒരു ഹോം നേഴ്സിനെ വെച്ചും കുറച്ച് മരുന്നും പൈസയും ഭക്ഷണവും കൊടുത്തുകൊണ്ട് മാത്രം ആയില്ല. അവർക്ക് സ്നേഹവും സംരക്ഷണവും ഒക്കെ വേണം. അപ്പം നമ്മൾ അവരുടെ ഭവനങ്ങളിലൊക്കെ ചെന്ന് അവരെ ഒന്ന് ആശ്വസിപ്പിക്കണം. അവരുടെ കൂടെ ഇരുന്ന് വർത്താനൊക്കെ പറയണം. നല്ല ഓർമ്മശക്തിയൊക്കെ ഉള്ളവരാണെങ്കിലും അവർ പഴയ കാലങ്ങളൊക്കെ ചെകഞ്ഞെടുത്ത് നമ്മളുമായിട്ട് അതൊക്കെ പങ്കുവെക്കുമ്പോൾ അവർക്കതൊരാശ്വാസമാണ്. എന്നെ അവർ പരിഗണിക്കുന്നുണ്ടല്ലോ, അല്ലെ എൻ്റെ കൂടെ ഇച്ചിരി നേരം ചിലവഴിക്കാൻ അവർക്ക് പറ്റിയല്ലോ, അവർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ല, അവരൊക്കെ നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടാവണം. അവരുടെ രോഗങ്ങൾ പകുതിയും കുറയും. മനസ്സിന് തളർച്ചയാണ് ശരീരത്തെ തളർത്തുന്നത്. മനസ്സ് തളർന്നു പോകാതിരിക്കാനും മനസ്സിന് നല്ല ബലം കൊടുക്കാനും നല്ല ശക്തിയാലും നല്ല ഉണർവോടെ അവർക്ക് മുന്നോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാനും അവർക്ക് കഴിയും. അങ്ങനെ വന്നാൽ പല രോഗികളും അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. നമ്മൾ പണത്തിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ദൈവാനുഗ്രഹം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ളവരെ ഒന്ന് പരിഗണിക്കണം. ഞാൻ എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിസരത്തൊക്കെയോ നിങ്ങളുടെ ബന്ധുവീടുകളിലൊക്കെ ആരെങ്കിലും കിടപ്പ് രോഗികളുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സന്ദർശിച്ച് അവരോട് ഒരു 10 മിനിറ്റ് നിങ്ങൾ ചിലവഴിക്കണം. നിങ്ങൾ സാധാരണ നിങ്ങൾ അവരെ സന്ദർശിച്ച് നിങ്ങൾ അവർക്ക് വല്ല 10 രൂപ കൊടുത്തോ അല്ലെങ്കിൽ ഇച്ചിരി ആഹാരമോ ഇച്ചിരി ഫലഹാരമോ വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് നിങ്ങൾ സുഖമാണോ, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പോരുമല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അവരടുത്ത് ഇരിക്കണം. അവരടുത്തിരുന്ന് കുറച്ചു നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് കുറച്ചു നേരം അവരടുത്ത് ഇരിക്കുക. അവരോട് പിന്നെ സന്ദേശങ്ങളൊക്കെ ഒന്ന് കൈമാറും. തമ്പുരാൻ്റെ വചനങ്ങളൊക്കെ കുറച്ച് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്കത് ആശ്വാസമാണ്. നിങ്ങളത് ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യുമല്ലോ. ശ്രദ്ധിക്കണം, കർത്താവിനെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുത്. നമ്മൾ കർത്താവെ വിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ അത് തമ്പുരാൻ്റെ സന്നിധിയിൽ 0 മാർക്കായി മാറും. അത് മറക്കാതിരിക്കുക. നിങ്ങൾ എന്നെ ദൈവമേ എന്ന് വിളിച്ചിട്ട് നിങ്ങൾ എൻ്റെ പ്രവൃത്തി ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങളും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. നാവുകൊണ്ട് ആർക്കും എന്തും പറയാൻ പറ്റും. അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്ന്. നമ്മുടെ ജീവിതത്തിലത്തെ പ്രാബല്യത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിനെ വില ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? നമ്മളത് നടപ്പിലാക്കുമ്പോഴാണ് നമുക്കത് വില ഉണ്ടാകുന്നത്. അവിടെ ഇവിടെ ഇരുന്ന് കുറ്റങ്ങളും കുറവുകളൊക്കെ പറഞ്ഞ് രസിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആർക്കും സാധിക്കും. പക്ഷെ ഒരു നല്ല കാര്യങ്ങൾ ചെയ്യാൻ അത്ര പെട്ടെന്ന് ആർക്കും സാധിച്ചെന്ന് വരികയില്ല. അത് നമ്മൾ ചെയ്തിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. എന്നിട്ട് നിങ്ങൾ തമ്പുരാനെ വിളിക്കണം. അല്ലാണ്ട് എന്നും സന്ധ്യാപ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, അതൊക്കെയുണ്ട്. ശരി, അതൊക്കെ വീട്ടിൽ ആവശ്യമാണ്.
അതൊക്കെ നടത്തണം. അതില്ലാത്ത പക്ഷം നമ്മൾ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമൊന്നുമില്ല. അതിനുപരി ഇങ്ങനെയുള്ളത് കണ്ടെത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചേ മതിയാവുള്ളൂ. ഇല്ലാതെ പിന്നെ കർത്താവിനെ വിളിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. നാളെ അവർക്ക് സംഭവിച്ചത് നമുക്ക് സംഭവിക്കാം. ഇത് അവർക്ക് മാത്രം വെച്ചിട്ടുള്ളതല്ല, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം അതാദ്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും വീട് സന്ദർശനം. 2-3 ചേച്ചിമാരൊക്കെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. 2-3 പേരൊക്കെ ഒന്ന് ഒന്നിച്ച് കൂടിയിട്ട് നമുക്ക് എൻ്റെ വീട്ടിലൊന്ന് പോകാം. നമുക്ക് അവരുടെ വീട്ടിൽ ഈ ആഴ്ചയിൽ എൻ്റെ കുടുംബത്തിൽ നല്ലൊരു അനുഭവം ഉണ്ടായി ഈ ഞായറാഴ്ച. എന്താ വെച്ചാൽ ഞാൻ പറയാം. ഞാൻ പള്ളിയും കഴിഞ്ഞ് വന്നു. വീട്ടിൽ ഞാനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മ ഇവിടെ രോഗിയൊന്നുമല്ല, പ്രായമായ ഒരു അമ്മയാണ്. അപ്പം അന്ന് ഈ ഞായറാഴ്ച ഞാൻ പള്ളിയും കഴിഞ്ഞ് വന്ന് ഞങ്ങൾ കാപ്പിയോടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട്. ഞാൻ അവിടുന്ന് അമ്മയോട് പറഞ്ഞു നമുക്ക് അവിടെ വരുന്ന് പോകാം, ചക്കയോ മാങ്ങയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോയി. ആ സമയത്ത് ഇവിടെ പള്ളിയിൽ നിന്ന് ഒരു ചേച്ചിമാരും ഒരു ചേട്ടനും ഇവിടെ വന്നു. പക്ഷെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അവരെ അറിയിക്കാതെ വന്നുകൊണ്ട് അവർ വന്നിട്ട് തിരിച്ചുപോയി. അവരെന്തും നല്ലൊരു കാര്യം എന്തിനാ വന്നതെന്നറിയില്ല. കാരണം പറയായ ഒരു അമ്മയോടെ ഉണ്ട്, ഗ്രേസി അമ്മൻ തന്നെയല്ലേ, എന്നാൽ അവരൊന്ന് സന്ദർശിച്ച് പോകാം, കാര്യങ്ങളൊക്കെ നശിക്കുക എന്നോർത്ത് തന്നെ ആയിരിക്കും അവർ വന്നത്. അതിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയതാ. അങ്ങനെ നമ്മളൊരു കുറച്ച് പേര് അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കേ. എനിക്കത് അവരുടെ ആ ഒരു പ്രവൃത്തി ഭയങ്കര കാണാൻ പറ്റിയില്ല. പക്ഷെ അവർ വന്നിട്ട് പോയി എന്നുള്ളവർക്കും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ചിലപ്പോൾ അവർ വരുമായിരിക്കും. വന്നില്ലേ പോലും എനിക്കത് ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. എങ്കിലും വേണ്ടില്ല. അതുപോലെ നമ്മൾ കുറച്ച് പേര് 2-3 ചേച്ചിമാരൊക്കെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഒരു 10 മിനിറ്റ്, ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ നമുക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ടല്ലോ. വീട്ടിൽ അങ്ങനെ കിടന്ന് മലമറിഞ്ഞ് പണികളൊന്നും ഇല്ല ആർക്കും. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ അടുത്ത അയൽവക്കത്തെ വീടുകളിൽ അല്ലെങ്കിൽ കുറച്ച് നമുക്ക് പോയി വരാൻ ദൂരത്തിലൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് സന്ദർശിക്കുക. കഴിയുന്ന സഹായങ്ങളെക്കുറിച്ച് ചെയ്യുക. അവരെ കൂടെ ഒരു 10 മിനിറ്റ് ചിലവഴിക്കുക. അതൊക്കെ നല്ല കാര്യമാണ് ചേച്ചിമാരെ, ചേട്ടന്മാരെ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കുക. നമ്മളെ കൊണ്ട് നമ്മൾ ഒരു 2 പേര് അങ്ങനെ ചെയ്താൽ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായിരിക്കും. അവർക്കും അത് ചെയ്യാനുള്ളൊരു പ്രേരണയുണ്ടാകും. അത് നല്ല സന്തോഷത്തോടെ, നല്ല ആത്മാർത്ഥത്തോടെ ചെയ്യണം. അതൊരു ചടങ്ങാക്കി മാറ്റരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്തത് വെള്ളത്തിലെ ജലരേഖ പോലെ മാഞ്ഞു പോകാനുള്ളതല്ല. അത് കർത്താവിന്റെ സന്നിധിയിൽ നിങ്ങൾക്കൊരു നിക്ഷേപമായി സൂക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ സത്യസന്ധത്തോടെ ആത്മാർത്ഥത്തോടെ നിങ്ങൾ ചെയ്യണം. മറക്കില്ലല്ലോ. ഞാൻ ഇവിടെ വചനം വായിക്കാൻ പോവുകയാണ്. വചനം നമുക്ക് കേൾക്കാം. നമുക്ക് പ്രധാന വചനമാണ് ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 15-ന്റെ 1 മുതൽ 15:1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. ലൂക്ക സുവിശേഷം 15-ന്റെ 1-8. ചുങ്കക്കാരും പാപികളും അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ചുങ്കക്കാരും പാപികളും. ചുങ്കം പിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പലിശ പിരിക്കുന്നവരല്ലേ? അതെ. പാപികൾ എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റങ്ങൾ ദൈവത്തെ അറിയാതെ ജീവിച്ചവർ. പക്ഷെ അവർക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. അവരത് കർത്താവിന് മനസ്സിലാക്കി കർത്താവിന്റെ വചനം കേൾക്കാൻ അടുത്തു വന്നു. പക്ഷെ നമ്മളൊക്കെ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ ഇന്നും പാപികളല്ല, ഞങ്ങൾ തെറ്റുകുറ്റം ചെയ്തിട്ടില്ല, ഞങ്ങൾ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ ഭയങ്കര കറക്റ്റായിട്ടാണ് പോകുന്നത് എന്നുള്ള ആ ബോധ്യമുള്ളവരൊന്നും ഇതുപോലുള്ള കൊച്ചു കൊച്ചു വചനങ്ങൾ കേൾക്കാനൊന്നും ആരും കർത്താവിൻ്റെ അടുത്ത് പോയില്ല. കർത്താവിൻ്റെ എന്നല്ല, അന്ന് കർത്താവാണെങ്കിൽ ഇന്ന് വചനം പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട്. അവരുടെ അടുത്തൊന്നും ഇത് കേൾക്കാം. അവരിത് പറഞ്ഞിട്ട് ഇപ്പം എന്താ ചെയ്യാനാ? ഇനി അവർ പറഞ്ഞിട്ട് വേണോ നമ്മളിത് കേൾക്കാൻ? നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. പാപികളും ചുങ്കക്കാരും അങ്ങനല്ല ചിന്തിച്ചത്. കേൾക്കണം. അടുത്ത് വന്നുകൊണ്ടിരുന്നു. പരിസയരും നിയമജ്ഞരും പിറുപിറുത്തു. കേട്ടോ, പാരിസയരും നിയമജ്ഞരും പിറുപിറുത്തു. അവിടെ അവർ കുശുമ്പ അവിടെ കണ്ടെത്തിയത്, കുശുമ്പ അസൂയെ. അല്ലാണ്ട് പിറുപിറുക്കാൻ ഇവർക്ക് എന്താ അനുവാദം? അവൻ പാപികളോ സ്വീകരിക്കുകയും അവരോട് കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അവയിൽ ഒന്ന് നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് പോകുന്നത്? വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുവോളം തേടി പോകാത്തത്? കണ്ടുകിട്ടുമ്പോൾ സന്തോഷിച്ച് അതിനെ തോളിലേറ്റുന്നു. വീട്ടിൽ എത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൂട്ടി പറയും, നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുവിൻ, എൻ്റെ നഷ്ടപ്പെട്ട ആടിനെ കണ്ടു കിട്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാവിയെ കുറിച്ച്
സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മനസ്സിലായില്ലേ? കർത്താവ് നമുക്ക് എത്ര വചനങ്ങളാണ് തന്നിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് എത്ര എത്ര വഴികളാണ്. കാണാതെ പോയ ആട് എന്ന് പറയുന്നത് ദൈവവചനം നമുക്കുണ്ടായിട്ടും അത് മനസ്സിലാക്കാതെയും തമ്പുരാന്റെ സന്നിധിയിൽ എത്തിച്ചേരാതെയും തമ്പുരാൻ തിരിച്ചറിയാൻ കഴിവില്ലാതെയും നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മക്കള്, ഇവരൊക്കെ ദൈവത്തെ അനുസരിക്കാതെ തോന്നിയ പോലെ ജീവിക്കുന്ന ആളുകളെ പറ്റിയാണ് കർത്താവ് കാണാതെ പോയ ആട് എന്ന് പറയുന്നത്. അവൻ അതുങ്ങളൊക്കെ നമ്മൾ പോ മക്കളെ, പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, ദൈവസന്നിധിയിലായിരിക്കണം, തമ്പുരാന്റെ ഹിതമനുസരിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് ആൺകുട്ടികൾ ദൈവസന്നിധിയിൽ എത്തിച്ചേരാ പള്ളിയിൽ പോകാൻ പ്രാർത്ഥിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരൊന്ന് പറയുമ്പോൾ രണ്ടുപേരും മറുതലിച്ച് അവരെ പാട്ടിന് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരെ പോലുള്ളവരെയാണ് ഈ പറയുന്നത്. ദൈവത്തെ തിരിച്ചറിയാൻ താല്പര്യമില്ലാത്തവരെ, ദൈവത്തെ തിരിച്ചറിയാൻ താല്പര്യം, അതാണ് കാണാതെ പോയത്. അവരെ കണ്ടു കിട്ടുമ്പോൾ അവര് മനതപിച്ച് തിരിച്ചു വന്ന തമ്പുരാന്റെ സന്നിധിയിലായിരുന്നാൽ എത്ര സന്തോഷമാണ് സ്വർഗത്തിലെന്ന് അറിയാമല്ലോ. അങ്ങനെയുള്ളവരെ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവരെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ നമുക്ക് തമ്പുരാനിലേക്ക് അവരെ അടുപ്പിക്കണം. അങ്ങനെയുള്ളവരെ പറ്റിയാണ് കാണാതെ പോയ ആടുകളുടെ ഉപമ കർത്താവ് പറയുന്നത്. ആട് എന്ന് കർത്താവിന് ഉദ്ദേശിക്കുന്നത് നമ്മളെ പോലുള്ളവരെയാണ്. നമ്മളാണ് കർത്താവിന്റെ ആട്. കർത്താവ് നല്ല ഇടയനാകുന്നു. കർത്താവിന്റെ ഇടയൻ ആടുകളാണ് നമ്മൾ ആ മേച്ചപ്പുറം കണ്ടെത്തി അവിടെ നിന്ന് എന്താണ് നമുക്ക് തന്നത് അതനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർക്ക് അത് മാത്രമേ കാണിച്ചു കൊടുക്കുകയും ചെയ്യണം. ശ്രദ്ധിക്കുമല്ലോ നിങ്ങൾ എല്ലാവരും, ഇത് ഒരാളുടെ പ്രശ്നമല്ല, ലോകത്തിലെ സകലരുടെയും പ്രശ്നങ്ങളാണത്. ഒത്തിരി പേരുണ്ട് കർത്താവിനെ അറിയാതെ ജീവിക്കുന്നവർ. അറിഞ്ഞാലും അത് അവഗണിച്ച് പോകുന്നവരുണ്ട്. തോന്നിയാസ ജീവങ്ങൾ സാധിക്കുകയില്ല കർത്താവിനോട്. മദ്യം, മയക്കുമരുന്ന്, മുറുക്കല്, ചീട്ടുകളി, വീടിവലി, കൂട്ടുകെട്ട്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ. ആ സമയത്ത് വീട്ടിൽ വന്ന് രാവിലെ വീട്ടിലിറങ്ങിപ്പോയ 10 മണി 11 മണിക്കൊക്കെ വീട്ടിൽ വന്ന് അരസത പാവം കൂട്ടുകാരെ വെച്ച് കറങ്ങി നടന്നു തോന്നിയാസം ജീവിച്ചിട്ട് വൈകുന്നേരം പാതിരാത്രിക്കെല്ലാം വീട്ടിൽ വന്ന് കയറുക. ആരെങ്കിലും നിന്ന് ചോദിച്ചാൽ വഴക്കുണ്ടാക്കുക, ബഹളം ഉണ്ടാക്കുക, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കുക, അങ്ങനെയൊക്കെ പറയുന്നവരാണ് കാണാതെ പോയ ആടുകൾ. അവരെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു. വഴക്കിലൂടെ ശാസനത്തിലൂടെ ഒന്നുമല്ല, സ്നേഹത്തിലൂടെ തന്നെ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ കേൾക്കുന്ന മക്കളൊക്കെയാണ് അവരൊക്കെ. എപ്പോഴൊക്കെ അവർ ദേഷ്യപ്പെട്ടെന്ന് വരില്ല. നല്ല സമയം നോക്കി, നല്ല അവരുടെ മൂഡുകളൊക്കെ നോക്കി മനസ്സിലാക്കി അവരുടെ നല്ല നല്ല അവസ്ഥയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവെച്ച് പ്രാർത്ഥിച്ചാൽ ഒറ്റ ദിവസം കൂടെ ഒന്നും മാറിപ്പോവുകയില്ല. നമ്മൾ ഈ അസുഖം വന്ന് മരുന്ന് കഴിക്കുമ്പോൾ ഒറ്റ പ്രാവശ്യം നമ്മൾ മരുന്ന് കഴിക്കും നമ്മുടെ അസുഖം മാറുമോ? ഇല്ല. അത് 1, 3, 4 ദിവസം കഴിക്കാനാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നതുപോലെ പല പ്രാവശ്യം നമ്മൾ അവരോട് ഇത് പറയുമ്പോൾ അവർക്ക് അവരുടെ ഹൃദയത്തിൽ എവിടെയെങ്കിലും തട്ടണമെങ്കിൽ തമ്പുരാൻ ഇടപെടുമ്പോൾ തട്ടും. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലില്ലാതെ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കില്ല, ആർക്കും മാനസാന്തരം ഉണ്ടാകുകയില്ല. അപ്പം നമ്മൾ പല പ്രാവശ്യം പറയുമ്പോൾ അവർക്കൊരു മനസ്സിന് മാറ്റം വരും. അങ്ങനെ അവർ തിരിച്ചു വരും, ദൈവത്തിനെങ്കിലും തിരിച്ചു വരും. അത് കുടുംബത്തിനും സമൂഹത്തിനും ജനങ്ങൾക്കും മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാം വലിയൊരു ആശ്വാസമായിരിക്കും. ആ ആശ്വാസം ആ വീട്ടിലെ സന്തോഷം പങ്കുവയ്ക്കണം. അത് സ്വർഗത്തിലും സന്തോഷമായിരിക്കും. അങ്ങനെ വേണം നമ്മൾ പലരെയും മാറ്റിയെടുക്കാൻ. നമ്മുടെ കുടുംബത്തിലൊക്കെ അവരൊന്ന് പറയുമ്പോൾ നമ്മൾ 2 പറഞ്ഞ് നമ്മൾ വഴക്കുണ്ടാക്കുക, ദേഷ്യപ്പെടുക അല്ല ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനമില്ല. ഡോക്ടർ നമുക്ക് മരുന്ന് കുറിച്ച് തന്നിട്ട് നമ്മളത് വാങ്ങി കഴിച്ചിട്ട് നമുക്ക് അസുഖം മാറിയില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ തെറി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ചീത്ത പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ വീണ്ടും അത് തന്നെ നമ്മൾ പോയി പിന്നെ ഡോക്ടറെ കാണുന്നു, ഡോക്ടറെ കുറവില്ല, ഞങ്ങൾക്ക് ആശ്വാസമൊന്നുമില്ല, മരുന്നൊന്ന് മാറ്റി കുറിക്കാമോ, അല്ലെങ്കിൽ അപ്പം നമ്മളത് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും. അപ്പോൾ അവരെ വേണ്ട ചികിത്സ നമുക്ക് തരും. വേണ്ടത് ഇപ്പം ഇതിന് കുറവില്ലെങ്കിൽ വേണ്ടത് അപ്പം വേണ്ടതുപോലെ അവർ ചെയ്തു തരും. അതുപോലെ നമ്മൾ 1, 2 പ്രാവശ്യം വചനം പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എങ്കിൽ, വചനം തന്നെ ഇവിടെ പറഞ്ഞ് നല്ല കാര്യങ്ങൾ പറഞ്ഞ് അവർ കേൾക്കുന്നില്ലെങ്കിൽ അത് മെല്ലെ മെല്ലെ തുടർച്ചയായി കൊണ്ടുപോവുക. ഒറ്റ പ്രാവശ്യം ഒന്നും ശരിയാകെ വരികയില്ല. ഒരു ഡോസിലൊന്നും ഒരു അസുഖം മാറുകയില്ല. അപ്പോൾ സാവകാശം അവരെ നമ്മളെ ഇടയ്ക്ക് അടുപ്പിക്കാൻ, മകളെ എന്താ ഇങ്ങനെ നേരത്തെ വരത്തില്ലേ, നമുക്ക് പ്രാർത്ഥിക്കണ്ടേ, നമുക്ക് എല്ലാവരും ഒന്നിച്ചെന്ന് ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവരെ അങ്ങ് നിർബന്ധിച്ച് അവരിലേക്ക് അങ്ങ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. കുറേശ്ശെ അതിട്ട് കൊടുത്ത് അത് ഒത്തിരി ആകും അവരുടെ മനസ്സിൽ. കുറേശ്ശെ കൊടുത്ത് കഴിയുമ്പോൾ അത് ശരിയാവും. അങ്ങനെ ഒരു 1, 2 മാസം അല്ല ഒരു 6 മാസം, ഒരു വർഷം ഒക്കെ പിടിച്ചത് വരും. ശാന്തതയോടെ കൈകാര്യം ചെയ്താൽ എല്ലാം ശരിയായി വരും. നമ്മൾ ആരെ തല്ലി പഴിപ്പിക്കാനൊന്നും നോക്കണ്ട, തന്നെ വഴുകട്ടെ. അപ്പം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതുപോലെ
പ്രായമായ അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ വീട്ടിൽ കിടപ്പുണ്ടെങ്കിൽ, അയൽപക്കത്തുണ്ടെങ്കിൽ, നമ്മുടെ ബന്ധുമിത്താരുടെ വീട്ടിലുണ്ടെങ്കിൽ, പിന്നെ എവിടെയുണ്ടെങ്കിലും മനുഷ്യരെവിടെയുണ്ടെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ആരെവിടെയെങ്കിലും ഉണ്ടെങ്കിലും അവരെ ഒന്ന് സന്ദർശിക്കുക, അവരെ വീട്ടിൽ പോയിരിക്കുക, അവരോട് 10 മിനിറ്റ് സംസാരിക്കുക, പിന്നെ അവരുമായിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ കൂട്ടിരിക്കുക, അവരോട് കൂടെ നമ്മൾ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് അവരോട് കൂടെ ഇരുന്ന് സംസാരിക്കുക, അവരെ ഒന്ന് എഴുന്നേറ്റ് ഇരുത്തുക, അവരോട് സ്നേഹത്തോടെ ഒരു തലോടല് അതൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരാശ്വാസമാണ്, നമുക്കല്ല അവർക്ക്. അപ്പം നമുക്ക് തമ്പുരാന്റെ സന്നിധിയിൽ നമുക്കൊരു ഇടം കണ്ടെത്താൻ നമുക്കിതൊരു ആശ്വാസമായിരിക്കും, നമുക്കതൊരു വഴിയായിരിക്കും. നമ്മൾ കർത്താവിന്റെ വാതിലൂടെ സഞ്ചരിക്കണം. കർത്താവ് പാവികളെ തേടി വന്നതാണ് കർത്താവ്, നീതിമാന്മാരെ തേടി വന്നതല്ല. അതുകൊണ്ട് 99 നീതിമാരെക്കാൾ കൂടുതൽ അനുതപിക്കുന്ന ഒരു പാവിയെ തേടിയാണ് കർത്താവ് വന്നത്. അനുതാപം ഉണ്ടാവണം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളും. എന്നുവെച്ചാൽ ഇവിടെ കണ്ട ഫരിസേയരും നിയമജ്ഞരും പാപികളല്ലെന്നാണോ പറയുന്നത്? അതെ, അവരും പാപികൾ തന്നെയാണ്. അവരുടെ ആ പിറുപിറുക്കൾ തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ പാപം. ഇവിടെ ആരാണ് തെറ്റുകുറ്റം ചെയ്യാത്തവര്? ആരാണ് ഇവിടെ നീതിമാന്മാര്? ഇവിടെ ആർക്കാണ് കുറവുകളില്ലാത്തവര്? എല്ലാവർക്കും ഒരു തരത്തിലെങ്കിൽ ഒരു തരത്തിൽ കുറവുകളുണ്ട്. അപ്പൊ നമ്മൾ നീതിമാന്മാരാണെന്നോ നമുക്ക് തെറ്റുകുറ്റങ്ങൾ ഇല്ലാന്നോ നമ്മൾ തമ്പുരാനെ ന്യായീകരിക്കാൻ പോയാൽ നമ്മളവിടെ മാറി നിൽക്കേണ്ടി വരും. കർത്താവ് നമ്മളെ മാറ്റി നിർത്തും, അറിയാവോ? ഇപ്പൊ അതിലുപരി എനിക്ക് എൻ്റെ തെറ്റുണ്ട്, എൻ്റെ കുറവുകളാണ്, എൻ്റെ തെറ്റുകളാണെന്ന് ഞാൻ അനുതാപിച്ച് പറഞ്ഞ് പാപങ്ങൾ പറഞ്ഞ് അത് എൻ്റെ കുറവുകളാണെന്ന് ഞാനത് തിരുത്തുമ്പോൾ അവിടെയാണ് നമുക്ക് നീതി കിട്ടുന്നത്. അവിടെയാണ് നമുക്ക് നീതി. ഞാൻ ഒരു കുറവ് ഉള്ളവളല്ല, ഞാൻ കണ്ടീഷനാണെന്ന് കരുതി നമ്മളാണ് ഏറ്റവും വലിയ പാപികൾ. അതുണ്ടാകരുത് നമ്മുടെ ഇടയിൽ. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈ പാപമുള്ള ഈ ലോകത്ത് ജീവിക്കുന്ന. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. അത് നമ്മൾ നികത്താൻ നോക്കണം ആദ്യം. അല്ലാണ്ട് മറ്റുള്ളവരെ കുറവുകളും കുറ്റങ്ങളും പാപികളെന്ന് മാറ്റി നിർത്തരുത്. അങ്ങനെയുള്ളവർ ഞാൻ ഈ സമൂഹത്തിൽ ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോട് ഇടപെടുന്നവരെ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ കറക്റ്റാണ്, നീയാണ് കുറ്റക്കാരി, അവളാണ് കുറ്റക്കാരി, ഇവളാണ് കുറ്റക്കാരി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പാവം. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ മൗനമായിരിക്കും ഇവർ പറയുന്നത് കേട്ടിട്ട്. മറിച്ച് വർത്താനം പോകുമ്പോൾ തർക്കങ്ങളും ന്യായവാക്കുകളും കൊണ്ട് നമ്മുടെ വായ അടച്ചു കളയും. അങ്ങനെയുള്ള നമ്മൾ സംസാരിക്കാതെ മൗനം പാലിച്ചാൽ അത്രയെങ്കിലും ഒരു ആശ്വാസം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കളഞ്ഞ് നമ്മൾ നേർവഴിക്ക് പോകണം. ഈ കാലം വല്ലാതെ അപകടത്തിലേക്ക് നീങ്ങുമ്പോൾ എങ്ങനെ മുന്നോട്ട് കയറും? നീതിമാൻ കഷ്ടിച്ചേ രക്ഷപ്പെടുന്നുള്ളെങ്കിൽ പാവിയുടെ അവസ്ഥ എത്ര വലുതാ. അപ്പം നമ്മളൊക്കെ പാവികളല്ലേ? എല്ലാം ദൈവസമ്മേളനം സമർപ്പിക്കണം. അപ്പോൾ ഞാനിവിടെ എൻ്റെ വചനം അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ കൂടിച്ചേരാം. പ്രാർത്ഥന കേൾക്കണം, പ്രാർത്ഥിക്കണം, വചനം വായിക്കണം. വചനം വായിക്കുമ്പോൾ അത് സത്യസന്ധതയോടെ ആയിരിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ സത്യസന്ധതരായിരിക്കണം. നമ്മൾ ഒരു പ്രവർത്തികൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവൾ കളങ്കം ചേരരുത്, മായമുണ്ടായിരിക്കരുത്. അത് ആത്മാർത്ഥതയോടെ സത്യസന്ധത ദൈവത്തെ പ്രതി ആയിരിക്കണം. അല്ല, ദൈവത്തെ പ്രതി ആകുമ്പോൾ നിങ്ങൾക്ക് കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. പിടിക്കപ്പെടുമെന്നുള്ള ഓർമ്മയുണ്ടല്ലോ. കർത്താവ് ഹൃദയങ്ങൾ വരച്ചു നോക്കുന്നവനാ. ഇവൾ ചെയ്യുന്നതിൽ എത്ര ആത്മാർത്ഥതയുണ്ട്, ഇവർ ചെയ്യുന്നതിൽ എത്ര സത്യസന്ധത ഉണ്ടെന്ന് കർത്താവ് നോക്കും. 100 മാർക്കൊന്നും ആർക്കും കിട്ടുകയില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, നല്ലവണ്ണം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ വചനം മുറുകെ പിടിക്കുക, അത് കളയരുത്. നിവൃത്തിയുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കാൻ ചെയ്യുക, ഇറങ്ങി ചെല്ലുക, പുറപ്പെടുക. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെ സ്നേഹത്തിലും പുത്രൻ്റെ സംരക്ഷണത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിലും നമ്മളെ കർത്താവിൻ്റെ ഈ വചനം പറയാൻ നമുക്ക് നാളെ തരട്ടെയെന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവ് ഈ വചനം എല്ലാ ഭവനങ്ങളിലും അവർക്കൊരു വെളിച്ചമായി ഭവിക്കട്ടെ.